ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആട്ടോ. നമുക്ക് പച്ചമുളക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേണ്ടത് നോക്കാം. ആദ്യം ഇതിന്റെ ഞെട്ടെല്ലാം കളഞ്ഞ് അതിൽ വെള്ളമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിൽ കേടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട്, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് വെക്കരുത് കേട്ടോ. അതിനുശേഷം ഈ തണ്ടയ്ക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. കുറേശ്ശെ നമുക്ക് ഇട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട്. മത്തി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേറെ ഏതൊക്കെയാണ് മീൻ ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ മത്തി പെട്ടെന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം അതിന്റെ ഉളുമ്പും സ്മെല്ലും ഒക്കെ ഒന്ന് പോകാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറയട്ടെ. അതിനായിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഉളുമ്പൊക്കെ മാറിക്കിട്ടും. ഇനി കല്ലുപ്പിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ, അതൊഴിച്ച് കഴുകിയാലും പെട്ടെന്ന് തന്നെ മാറും. അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി കുറച്ച് ഒന്ന് വാട്ടറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് വാഷ് ചെയ്താലും നമ്മുടെ മത്തി പെട്ടെന്ന് തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഇത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതും കൂടെ പറയണ്ടേ. അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ മീനെല്ലാം ഒന്ന് വെച്ചു കൊടുക്കണം. മീൻ ഒരുപാട് ഇങ്ങനെ ഫുള്ളായിട്ട് നിറയ്ക്കരുത്. കുറച്ച് നമുക്ക് ഇതുപോലെയൊന്ന് നമ്മുടെ ബോക്സിലേക്ക് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം മീനിന് നല്ലപോലെ സോക്കായി കിടക്കുന്ന പോലെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീന് കേടാവാതെ സൂക്ഷിക്കാം. അപ്പൊ ഇനി കുറച്ച് കൂടുതൽ മീൻ കിട്ടിയാലും വാങ്ങിക്കുമല്ലോ അല്ലേ. അടുത്തതായിട്ട് നമുക്ക് തക്കാളി 1-2 രീതിയിൽ സൂക്ഷിക്കാവുന്ന ടിപ്പ് പറയാം. അതിനായിട്ട് ഒന്നാമത്തത്, ലേശം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് കുട്ടപ്പനായിട്ട് എടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ കാർഡ്ബോർഡിന്റെ കവർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പോർഷൻ ഒന്ന് താഴെ വരുന്ന രീതിയിലേക്ക് അടുക്കി കൊടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഫ്രിഡ്ജിന്റെ തട്ടിൽ അടുക്കി വെച്ചാലും മതി. അടുത്ത ടിപ്പ്, ഇതുപോലെ ഒരു ചെറിയ പീസ് സെല്ലോ ടേപ്പ് ഈ പോർഷനിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എയർ കോണ്ടാക്ട് അവിടെ വരുന്ന സമയത്താണ് നമ്മുടെ തക്കാളി പെട്ടെന്ന് കേടായി പോകുന്നത് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആ കാർഡ്ബോർഡ് ബോക്സിലേക്ക് വെച്ച് അടുക്കി കൊടുക്കാം. ഇനി ഇത് രണ്ടും ചെയ്യാതെ വെറുതെയാണ് വെക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ പോർഷൻ താഴെ വരുന്ന രീതിയിൽ എപ്പോഴും തക്കാളി അടുക്കി വെക്കാവുള്ളൂ. ഞാൻ ഇതുപോലെ ആട്ടോ സൂക്ഷിക്കുന്നത്. എന്നിട്ട് ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കണം. അതിപ്പോ സെല്ലോ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ സെല്ലോ ടേപ്പ് ഒന്ന് മാറ്റി ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇനി തക്കാളി ജ്യൂസായിട്ട് അടിച്ച് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജ്യൂസായിട്ട് അടിച്ചിട്ട് നമുക്ക് ക്യൂബായിട്ട്, നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ക്യൂബായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ നല്ല പച്ചമാങ്ങയുടെ സീസൺ അല്ലേ. അപ്പൊ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ പച്ചമാങ്ങ ഒന്ന് സൂക്ഷിച്ചു വെക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പച്ചമാങ്ങയിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കണം. ഇതുപോലെ ഒന്ന് എല്ലാവരെയും ഒന്ന് കുട്ടപ്പന്മാരായിട്ട് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ നെറ്റിലേക്ക് അത് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ താഴത്തെ ബോക്സ് ഉണ്ടല്ലോ, അതിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെ നമ്മുടെ മാങ്ങ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. കേടാകാതെ എന്ന് പറഞ്ഞാൽ പഴുത്തു പോകാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്. നല്ല ചെറിയ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആട്ടോ ചെയ്ത് വെക്കുന്നത്. ഇനി ഉപ്പിലിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നെല്ലിക്ക എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചിലപ്പോൾ നെല്ലിക്ക പുറമേ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടൊക്കെ വീടാറുണ്ട്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ നെല്ലിക്കയെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. വലിയ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ.
എനിക്കിപ്പോൾ 2 ബോട്ടിലായിട്ട് വെക്കേണ്ടി വരും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയ്ക്ക് കേടൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് വെള്ളം മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇനി കുറച്ചേ ഉള്ളൂ, ഇനി വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലും നേരത്തെ മാങ്ങയിൽ ചെയ്ത പോലെ ലേശം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് വെക്കാം. അപ്പം നമുക്ക് അത് ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ അച്ചാറിടാനൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നെല്ലിക്കയും ചെറിയുള്ളിയും കൂടെ കാന്താരിയൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാനൊക്കെ ഈ നെല്ലിക്ക ഉപകാരപ്പെടും. ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ നെല്ലിക്ക ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് അപ്ലൈ ചെയ്ത് വെക്കുന്നത് കൊണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഒരുപാട് പെട്ടെന്ന് പഴുത്തു പോകാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഫുള്ളായിട്ട് ഒരുമിച്ച് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ പടലയിൽ നിന്ന് ഓരോന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കണം. അതിനുശേഷം ഇതിന്റെ ഈ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അലുമിനിയം ഫോയിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം പെട്ടെന്ന് പഴുത്തു പോകത്തില്ല കേട്ടോ. അത് ചെറുപഴമാണെങ്കിലും വലിയ പഴമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ പീസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി തുടച്ചെടുത്ത് നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മൾ കഴുകിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നല്ലപോലെ തുടച്ചതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പേപ്പറും കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. കാരണം ഒട്ടും ഈർപ്പമില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മുടെ കാപ്പിപ്പൊടിയുടെ സ്മെല്ല് പോകാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ജസ്റ്റ് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മുടെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയുടെ സ്മെല്ല് പോകാതിരിക്കും കേട്ടോ. അത് നാടൻ കാപ്പിപ്പൊടി ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറിനകത്താണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് തറയിലോ അല്ലെങ്കിൽ ടേബിളിലേക്കോ വെളിച്ചെണ്ണ വീണ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ടിപ്പാണ്. വെളിച്ചെണ്ണ എന്നല്ല, ഏത് എണ്ണയാണെന്നുണ്ടെങ്കിലുമേ ആദ്യം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ആ എണ്ണയൊന്ന് ഒപ്പിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആ പോർഷനിലേക്ക് കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ തുണി വെച്ച് തുടക്കണമെന്നില്ല. നമ്മുടെ ഒരു ന്യൂസ് പേപ്പറിന്റെ പീസ് കീറിയെടുത്തിട്ടായാലും മതി. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചാണ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ആ എണ്ണ ടിഷ്യൂ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ന്യൂസ് പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ആ എണ്ണ വീണ സ്ഥലത്ത് വഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പൗഡർ ആ എണ്ണയുടെ എല്ലാ വഴുക്കും മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ടാൽ മതിയേ. അടുത്തതായിട്ട് സവാള പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ കിളിർത്തു പോകാറുണ്ടല്ലേ. അപ്പം അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമ്മൾ സവാള സൂക്ഷിക്കുന്നതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് പേപ്പർ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. സവാള എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നതെന്ന് അറിയാമോ? അതിനായിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു തരട്ടെ. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ടിപ്പ് പോർഷൻ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നടുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഉള്ളി പീൽ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ 2 പോർഷനും നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മുടെ 2 പോർഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോർഷനും കൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കട്ടിംഗ് ബോർഡിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നീറുന്നതിന്റെ അളവ് കുറഞ്ഞിരിക്കും കേട്ടോ. ഫുള്ളായിട്ട് പോകുന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാൽ പോലും കുറച്ചേ നമ്മൾ കരയുള്ളൂ. ഉള്ളി അരിഞ്ഞതിന് ശേഷമുള്ള കയ്യിലെ മണം പോകാനായിട്ട് ഒരു ടിപ്പ് പറയാം. നമ്മുടെ
കാപ്പിപ്പൊടി ലേശം ഒന്ന് കയ്യിലിട്ട് ഒന്ന് തിരുമിയാൽ മതി. അല്ലെന്ന് ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ പൈപ്പിന്റെ ചോട്ടിലേക്ക് നമ്മുടെ കൈ കാണിക്കുന്ന സമയത്ത് ഈ സ്പൂണിൽ നമ്മുടെ കൈ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. ആ സ്മെല്ല് കംപ്ലീറ്റ്ലി മാറും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ നോക്കിയത് 10 കിച്ചൺ ടിപ്സ് ആണ്. അതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.